സംസ്ഥാനത്ത് വിവിധ ജില്ലകളിൽ മഴക്കെടുതികൾ രൂക്ഷമാണ്. ശക്തമായ മഴ തുടരുന്നുമുണ്ട് പല പ്രദേശങ്ങളിലും. വയനാട്ടിലെ മുത്തങ്ങ വനമേഖലയിൽ വെള്ളക്കെട്ടിനെ തുടർന്ന് രാത്രി കുടുങ്ങിയവരെ പുറത്തെത്തിച്ചു. 500ഓളം പേരാണ് ദേശീയപാതയിൽ കുടുങ്ങിയത്. വെള്ളക്കെട്ടിൽപ്പെട്ട് കേടായ വാഹനങ്ങൾ പുറത്തെത്തിക്കാൻ ഇതുവരെ കഴിഞ്ഞിട്ടുമില്ല. സുർജിത്ത് അയ്യപ്പത്ത് ചേരുന്നുണ്ട് വയനാട്ടിൽ നിന്ന് വിവരങ്ങളുമായി. സുർജിത്ത്, എനിക്ക് തോന്നുന്നു ഇന്നലെ മുഴുവനും വയനാട്ടിൽ നിന്നുള്ള വിവരങ്ങളാണ് ഏറ്റവും കൂടുതൽ പുറത്തു വന്നത്. പലരും വെള്ളക്കെട്ടിൽ ഒറ്റപ്പെട്ടു പോകുന്നു. അവരെ രക്ഷിക്കാനുള്ള രക്ഷാപ്രവർത്തനങ്ങൾ അങ്ങനെ ഒരു വശത്ത് നടക്കുന്നു. ഇന്നിപ്പോൾ മുത്തങ്ങ വനമേഖലയിൽ കുടുങ്ങിയവരെ പുറത്തെത്തിക്കാൻ കഴിഞ്ഞു എന്നുള്ള വിവരമാണോ വരുന്നത്? പൂർണ്ണമായും ആളുകളെ എത്തിക്കാൻ കഴിഞ്ഞിട്ടുണ്ട്. മുത്തങ്ങ മൂലഹള്ള ദേശീയപാതയിലാണ് ഈ വലിയ രീതിയിൽ വെള്ളപ്പൊക്കം ഉണ്ടായത്. ഇതേ തുടർന്നാണ് വാഹനങ്ങൾ കുടുങ്ങിയത്. ഇന്നലെ രാവിലെ മുതൽ മിനിഞ്ഞാന്ന് വൈകിട്ട് മുതൽ വെള്ളം കയറാൻ തുടങ്ങിയിരുന്നു. പക്ഷേ അത്രമാത്രം വലിയ പ്രതിസന്ധി ഉണ്ടായിരുന്നില്ല. വാഹനങ്ങൾക്കൊക്കെ പോകാമായിരുന്നു, ചെറിയ വാഹനങ്ങൾക്ക് പോകാമായിരുന്നു. പക്ഷേ ഇന്നലെ സ്ഥിതി മാറി. ഇന്നലെ വൈകിട്ടോടുകൂടി വെള്ളം കയറി, അരപ്പൊക്കം വെള്ളമായി. പിന്നീട് വലിയ അളവിൽ വെള്ളം കയറിയതോടുകൂടിയാണ് രാത്രി 8 മണിയോടുകൂടി വാഹന ഗതാഗതം നിരോധിച്ചുകൊണ്ട് ഉള്ള നിലപാട് സ്വീകരിച്ചത്. ഇതേ തുടർന്നാണ് വാഹനങ്ങൾ കുടുങ്ങിക്കിടക്കുന്ന സ്ഥിതി ഉണ്ടായത്. കൊടുങ്കാട്ടിൽ പൊൻകുഴിക്ക് അടുത്തായിട്ടാണ് ഈ സംഭവം ഉണ്ടായത്. ഒരുപാട് വാഹനങ്ങൾ, 500ഓളം പേരെയാണ് രാത്രി തന്നെ മാരത്തോൺ രക്ഷാപ്രവർത്തനമാണ് നടന്നത്. ബത്തേരിയിലെ വികസന സമിതിയും വികസന കൂട്ടായ്മയും അതോടൊപ്പം മറ്റ് സന്നദ്ധ സംഘടനാ പ്രവർത്തകരും പോലീസും ഫയർഫോഴ്സും ഉൾപ്പെടെയുള്ള സംവിധാനങ്ങളും തദ്ദേശ സ്ഥാപനങ്ങളുടെ ആളുകളും എല്ലാവരും ചേർന്നാണ് ഈ രക്ഷാപ്രവർത്തനം നടത്തിയത്. ചിലരെ ട്രക്കിംഗ് പാത വഴി പുറത്തെത്തിക്കാനുള്ള ശ്രമം നടത്തി. പക്ഷേ ഇതിനിടയിൽ കാട്ടാനശല്യം വന്നു. കാട്ടാനശല്യത്തെ തുടർന്ന് ആ ഉദ്യമം പിന്നീട് ഉപേക്ഷിക്കുകയായിരുന്നു. ഇന്ന് പുലർച്ചയോടുകൂടി എല്ലാ ആളുകളെയും പുറത്തെത്തിക്കാൻ കഴിഞ്ഞിട്ടുണ്ട്. പക്ഷേ ചില വാഹനങ്ങൾ വെള്ളക്കെട്ടിൽ കുടുങ്ങി നാശമാകുന്ന ഒരു സ്ഥിതി ഉണ്ടായിട്ടുണ്ട്. ഈ വാഹനങ്ങളെല്ലാം തന്നെ വനപാതയിൽ ഇങ്ങനെ കിടക്കുകയാണ്. അത് രാവിലെ പുറത്തേക്ക് ക്രെയിൻ ഉൾപ്പെടെയുള്ള സംവിധാനം ഉപയോഗിച്ചുകൊണ്ട് പുറത്തേക്ക് എത്തിക്കാനുള്ള ശ്രമം തുടരുമെന്നുള്ളതാണ് അറിയിപ്പ് ലഭിച്ചിട്ടുള്ളത്. മഴ ശക്തമായി പെയ്യുന്നുണ്ട്. പുലർച്ചെ 2 മണിയോടുകൂടി നല്ല മഴ പെയ്തിരുന്നു. പക്ഷേ ഇടവിട്ട് ശക്തമായ രീതിയിലുള്ള മഴയാണ് വയനാട്ടിൽ പെയ്തുകൊണ്ടിരിക്കുന്നത്. ഈ സാധാരണ നിലയിലേക്ക് വയനാട് ഇനിയും മടങ്ങിയിട്ടില്ല. ഇന്നലത്തെ അവസ്ഥയ്ക്ക് കാര്യമായ മാറ്റമുണ്ടായിട്ടില്ല. വെള്ളക്കെട്ട് പൂർണ്ണമായും ഒഴിഞ്ഞിട്ടില്ല. പക്ഷേ ദേശീയപാതയിൽ വെള്ളക്കെട്ട് പതുക്കെ വലിയുന്നുണ്ട്. വേഗത്തിൽ വെള്ളം വലിയുന്ന ഒരു സ്ഥലം കൂടിയാണ് ഈ ദേശീയപാത, ഈ വനമേഖല. മൈസൂരുവിലേക്ക് പോകുന്ന പാതയാണിത്. വെള്ളക്കെട്ട് പെട്ടെന്ന് വലിയുന്ന രീതിയിലാണ് അവിടെ ഉള്ളത്. പക്ഷേ മറ്റിടങ്ങളിൽ എല്ലാം തന്നെ പുഴ കരകവിഞ്ഞൊഴുകുന്ന സ്ഥിതിയാണ് ഉള്ളത്. 27 ക്യാമ്പുകളാണ് തുറന്നിട്ടുള്ളത്. 1000-ലേറെ പേർ ദുരിതാശ്വാസ ക്യാമ്പുകളിൽ ഇപ്പോഴുണ്ട്. ഈ കബനിപ്പുഴയിൽ നീരൊഴുക്ക് നേരത്തെ ഉള്ളതുപോലെ തന്നെ തുടരുകയാണ്. പനമരം മേഖലയിൽ ഉൾപ്പെടെ പനമരം, വള്ളിയൂർക്കാവ് അടക്കമുള്ള മേഖലയിൽ വെള്ളക്കെട്ട് പൂർണ്ണമായും ഒഴിഞ്ഞിട്ടില്ല. പേരിയ സുർജിത്ത്, ഈ വയനാട്ടിൽ പല വീടുകളിലും വെള്ളം കയറുന്ന അവസ്ഥ ഇന്നലെ നമ്മൾ കണ്ടതാണ്. ഇതിപ്പോ യാത്രാ നിയന്ത്രണങ്ങൾ ഉണ്ടോ? അതൊന്ന് ഒരു വശത്ത്. മറ്റൊന്ന്, ഈ രക്ഷാപ്രവർത്തനങ്ങൾ ഇപ്പോഴും പുരോഗമിക്കുകയാണോ? ഈ ദുരിതാശ്വാസ ക്യാമ്പുകളിലേക്ക് ഒരുപാട് പേർ പോകാൻ മടിക്കുന്നതൊക്കെ നമ്മൾ ഇന്നലെ കണ്ടതാണ്. അവിടെ അവരവരുടെ വീട് വിട്ട് ഇറങ്ങുന്നില്ല. അപ്പൊ ആ രീതിയിൽ ഒരു മുൻകരുതൽ നിയന്ത്രണങ്ങൾ അതൊക്കെ എങ്ങനെ ഇപ്പോൾ പുരോഗമിക്കുന്നുണ്ട്? അത് ഒറ്റപ്പെട്ട സംഭവമാണ് സ്മിത, വളരെ ഒറ്റപ്പെട്ട സംഭവമാണ്. പരമാവധി ആളുകൾ, അതായത് മലയിടിച്ചിൽ സാധ്യത, ഉരുൾപൊട്ടൽ സാധ്യത ഇതെല്ലാം ഉള്ള മേഖലയാണ് വയനാട്. സ്വാഭാവികമായും ആളുകളോട് അവിടെ നിന്നും നേരത്തെ മാറി താമസിക്കാൻ നിർദ്ദേശം നൽകിയതാണ്. ഇതിനിടയിൽ ചില ഒറ്റപ്പെട്ട ഇത്തരം സംഭവങ്ങൾ ഉണ്ടായിട്ടുണ്ട്. പക്ഷേ അത് പോലീസിനെയും മറ്റ് സംവിധാനങ്ങളെയും എല്ലാം തന്നെ ഉപയോഗിച്ചുകൊണ്ട് സുരക്ഷിത കേന്ദ്രങ്ങളിലേക്ക് ആളുകളെ നിർബന്ധിച്ച് മാറ്റാനുള്ള നടപടി ജില്ലാ ഭരണകൂടത്തിന്റെ ഭാഗത്തു നിന്നും തദ്ദേശ സ്ഥാപനങ്ങളുടെ ഭാഗത്തു നിന്നും ഉണ്ടായിട്ടുണ്ട്. ഇന്നലെ മേപ്പാടിയിൽ നിന്നാണ് അത്തരത്തിലൊരു കാഴ്ച ഉണ്ടായത്. മേപ്പാടിയിൽ പുഴയോരത്ത് കുത്തിയൊലിക്കുന്ന പുഴയോരത്താണ് ഒരു ആദിവാസി കുടുംബം, 4 കുട്ടികൾ സഹിതമുള്ള ആദിവാസി കുടുംബം തങ്ങിയിരുന്നത്. അവരെ സുരക്ഷിത കേന്ദ്രത്തിലേക്ക് മാറ്റാൻ വേണ്ടി ഇന്നലെ തന്നെ, നമ്മുടെ വാർത്തയ്ക്ക് പിന്നാലെ തന്നെ അവിടെ പഞ്ചായത്ത് അധികൃതർ ഉൾപ്പെടെ എത്തി അവരെ പൂർണ്ണമായും മാറ്റാൻ പോലീസ് സംവിധാനത്തെ എല്ലാം ഉപയോഗിച്ചുകൊണ്ട് മാറ്റാൻ വേണ്ടി തയ്യാറായിട്ടുണ്ട്. എന്തായാലും മഴ കനത്ത് തുടരുന്ന സാഹചര്യം വയനാട്ടിലുണ്ട്. അതുകൊണ്ട് തന്നെ ഇന്ന് ഓറഞ്ച് അലേർട്ടാണ് ഉള്ളത്. ഇന്നലെ റെഡ് അലേർട്ട് ആയിരുന്നു, ഇന്ന് ഓറഞ്ച് അലേർട്ടാണുള്ളത്. എന്തായാലും ഈ രക്ഷാപ്രവർത്തനം ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ ഏതാണ്ട് പൂർത്തിയായിട്ടുണ്ട്. ആളുകളെല്ലാം തന്നെ ക്യാമ്പുകളിലേക്ക് മാറുന്നുണ്ട്. ഇനി കൂടുതൽ മഴ ശക്തമായാൽ ചിലപ്പോൾ വയനാട്ടിലെ സാഹചര്യം ചിലപ്പോൾ മാറിയേക്കാം. എന്തായാലും അങ്ങനെ മഴയില്ല, ഇടവിട്ട് ശക്തമായ മഴയാണ് ഇപ്പോൾ പെയ്തുകൊണ്ടിരിക്കുന്നത്. സ്മിത, ശരി. സുർജിത്ത് അയ്യപ്പത്താണോ വയനാട്ടിൽ നിന്നുള്ള വിവരങ്ങളുമായി ചേർന്നത്? വനത്തിൽ അകപ്പെട്ടവരെ ഇന്ന് രാവിലെ പുലർച്ചെയോടെ പുറത്തെത്തിക്കാൻ കഴിഞ്ഞിട്ടുണ്ട് എന്നുള്ള വിവരവും നൽകുന്നു. ശക്തമായ മഴ തുടരുന്നതിനാൽ മുന്നറിയിപ്പുകളും ജാഗ്രതാ നിർദ്ദേശങ്ങളും കൃത്യമായി പാലിച്ചു തന്നെ മുന്നോട്ട് പോകാം.